നീ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. നീ വന്നപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ പറയുന്ന സെൻറ്റൻസുകളാണ് അല്ലേ? നീ പഠിക്കുകയായിരുന്നു, ഞാൻ ഉറങ്ങുകയായിരുന്നു, അവൻ കളിക്കുകയായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞു പോയ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ അജിത ശിവറാം. എല്ലാവർക്കും അജിത സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഞാൻ കളിക്കുകയായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഞാൻ, ഐ. കളിക്കുക എന്നുള്ളതിന് പ്ലേ അല്ലേ? ഇനി കളിക്കുക ആയിരുന്നു എന്നുള്ളതിന് നമ്മൾ വാസ് ഓർ വേർ എന്നതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം? വാസ് എന്നതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ വാസ്. ഇനി പ്ലേയുടെ കൂടെ നമുക്ക് ING ഫോം കൂടെ ചേർത്ത് വേണം ഞാൻ കളിക്കുകയായിരുന്നു എന്നൊരു സെൻറ്റൻസ് നമ്മൾ പറയണമെങ്കിൽ. അപ്പോൾ അതെങ്ങനെ പറയും? ഐ വാസ് പ്ലേയിങ്. വാസ് ഓർ വേർ എന്നീ ഓക്സിലറി വേർബാണ് നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുകയായിരുന്നു എന്ന ഒരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓക്സിലറി വേർബ്സ്, സഹായക ക്രിയകൾ. എന്താണ് ഓക്സിലറി വേർബ്സ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? വേർബിനെ സഹായിക്കുന്ന ക്രിയകളെയാണ് ഓക്സിലറി വേർബ്സ് എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് വേർബ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതായത് നടക്കുക, കഴിക്കുക, ഓടുക, ചാടുക, എല്ലാം തന്നെ പ്രവൃത്തികളാണ് അല്ലേ? ഇങ്ങനെയുള്ള പ്രവൃത്തികളെ സഹായിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബുകളെയാണ് ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുകയായിരുന്നു എന്നൊരർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിലറി വേർബായ വാസ് ഓർ വേർ എന്നിവ സബ്ജക്റ്റിൻ്റെ കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഞാൻ കളിക്കുകയായിരുന്നു എന്നെങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ വാസ് പ്ലേയിങ്. ഇനി അവൻ കളിക്കുകയായിരുന്നു, ഹി വാസ് പ്ലേയിങ്. അവൾ കളിക്കുകയായിരുന്നു, ഷീ വാസ് പ്ലേയിങ്. അത് കളിക്കുകയായിരുന്നു, ഇറ്റ് വാസ് പ്ലേയിങ്. നീ കളിക്കുകയായിരുന്നു, യു വേർ പ്ലേയിങ്. ഞങ്ങൾ കളിക്കുകയായിരുന്നു, വി വേർ പ്ലേയിങ്. അവർ കളിക്കുകയായിരുന്നു, ദേ വേർ പ്ലേയിങ്. കണ്ടോ, ഇവിടെയെല്ലാം ഒരേ സെൻറ്റൻസസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ? എന്നാൽ സബ്ജക്റ്റുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, സബ്ജക്റ്റുകൾ മാറുന്നതിനനുസരിച്ച് ഓക്സിലറി വേർബ്സായ വാസ് ഓർ വേർ എന്നിവയ്ക്കും മാറ്റം വന്നിട്ടുണ്ട്. ഐ, യോ, വി, ദേ എന്നിവ പ്ലൂറൽ സബ്ജക്ട്സുകളാണ് അല്ലേ? എന്നാൽ യു, വി, ദേ എന്നിവ വരുമ്പോൾ വേർ എന്നുള്ള ഓക്സിലറി വേർബാണ് നമ്മൾ യൂസ് ചെയ്തത്. ഐ എന്ന പ്ലൂറൽ സബ്ജക്റ്റ് വന്നപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തത് എന്താണ്? വാസ് എന്നുള്ള ഓക്സിലറി വേർബാണ്. അപ്പോൾ ചെയ്യുകയായിരുന്നു എന്ന ഒരു അർത്ഥം വരുന്നതിന് വേണ്ടി നമ്മൾ ഐ എന്ന സബ്ജക്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വാസ് എന്നുള്ള ഓക്സിലറി വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഇനി ഹി, ഷീ, ഇറ്റ് എന്നീ സിംഗുലർ സബ്ജക്ട്സുകൾ വരുമ്പോൾ വാസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ ചെയ്യുകയായിരുന്നു എന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളത് അല്ലേ? ഞാൻ ചെയ്യുകയായിരുന്നു, അവൻ പാടുകയായിരുന്നു, അവൻ കളിക്കുകയായിരുന്നു, അവൾ ചിരിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് പറയാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഏത് ടെൻസാണെന്ന് നിങ്ങൾക്കറിയോ? ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? വാസ് ഓർ വേർ പ്ലസ് വേർബ് പ്ലസ് ING. ഓക്കെ, ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസുകളാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസസ് കുറച്ച് നോക്കിയാലോ? ഞാൻ പഠിക്കുകയായിരുന്നു എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ വാസ് സ്റ്റഡിയിങ് അല്ലേ? ഇനി ഞാൻ പഠിക്കുകയായിരുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഐ വാസ് നോട്ട് സ്റ്റഡിയിങ്. ഐ വാസ് നോട്ട് സ്റ്റഡിയിങ് എന്നുള്ളത് ചുരുക്കി നമുക്ക് ഐ വാസിൻ സ്റ്റഡിയിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. അവൻ പഠിക്കുകയായിരുന്നു, ഹി വാസ് സ്റ്റഡിയിങ്. അവൻ പഠിക്കുകയായിരുന്നില്ല, ഹി വാസിൻ സ്റ്റഡിയിങ്. അവൾ പഠിക്കുകയായിരുന്നു, ഷി വാസ് സ്റ്റഡിയിങ്. അവൾ പഠിക്കുകയായിരുന്നില്ല, ഷി വാസിൻറ്റ്
studying. നീ പഠിക്കുകയായിരുന്നു. You were studying. നീ പഠിക്കുകയായിരുന്നില്ല. You weren't studying. ഞങ്ങൾ പഠിക്കുകയായിരുന്നു. We were studying. ഞങ്ങൾ പഠിക്കുകയായിരുന്നില്ല. We weren't studying. ഇനി അവർ പഠിക്കുകയായിരുന്നു. They were studying. അവർ പഠിക്കുകയായിരുന്നില്ല. They weren't studying. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് സെൻറ്റൻസുകളും നെഗറ്റീവ് സെൻറ്റൻസുകളും ചെയ്യുകയായിരുന്നു, ചെയ്യുകയായിരുന്നില്ല എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് പറയാമെന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ ക്ലാസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുകയും അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ടച്ച് ചെയ്യുകയും വേണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണുക. ലളിതമായി ഇംഗ്ലീഷ് പഠിക്കാൻ അജിത സിമ്പിൾ ഇംഗ്ലീഷ്.